കുനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ അവസാനത്തെ പ്രസംഗങ്ങളിലൊന്ന് കേരള പോലീസിനോടായിരുന്നു. കേരള പോലീസിന്റെ കൊക്കൂൺ 14ാമത് വെർച്വൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. പരിപാടിയിൽ 14 മിനിറ്റ് നീളുന്ന പ്രസംഗവും അദ്ദേഹം നടത്തി. ഒപ്പം സൈബർ സുരക്ഷയിൽ കേരള പോലീസിന്റെ ജാഗ്രതയെയും അദ്ദേഹം അഭിനന്ദിച്ചു. സൈബർ കുറ്റവാളികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്നും ഒറ്റയ്ക്കും സംഘടിതമായും രാജ്യങ്ങളുടെ പിന്തുണയിലും ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. ആഗോളതലത്തിലെ സൈബർ കുറ്റകൃത്യങ്ങളിലെ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സൈബർ കുറ്റവാളികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്നും ഒറ്റയ്ക്കും സംഘടിതമായും രാജ്യങ്ങളുടെ പിന്തുണയിലും ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സൈബർ ആക്രമണങ്ങൾ മാത്രമല്ല, സൈബർ കുറ്റകൃത്യങ്ങളും ഒരുപാട് വർദ്ധിക്കുന്നു. കോവിഡ് കാലത്ത് ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ 500 മടങ്ങ് വർദ്ധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് കേരള പോലീസ് നടത്തുന്ന കോൺഫറൻസ് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേരള പോലീസിന് എല്ലാവിധ ആശംസകളും അദ്ദേഹം നേരുകയും ചെയ്തു. ബിപിൻ റാവത്തിന്റെ അവസാന പ്രസംഗങ്ങളിൽ മറ്റൊന്ന് ചൈനയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പായിരുന്നു. ഇനി ഗാൽവൻ ആവർത്തിച്ചാൽ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുമെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഇന്ത്യക്ക് ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നത് പാകിസ്ഥാനല്ല, ചൈനയാണെന്നായിരുന്നു സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് തന്റെ അവസാന പ്രസ്താവനയിൽ പറഞ്ഞത്. ചൈനീസ് കടന്നുകയറ്റമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം മോചിപ്പിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ശൈത്യകാലം മറയാക്കി ചൈന നടത്താൻ സാധ്യതയുള്ള കടന്നുകയറ്റം തടയാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അതിർത്തിയിൽ ഒരുക്കി കഴിഞ്ഞു. അതിർത്തിയിൽ തർക്കഭൂമിയിൽ ചൈന പട്ടാളം എത്ര കാലം തുടരുന്നുവോ അത്രയും കാലം ഇന്ത്യൻ സൈന്യവും പ്രതിരോധം തീർത്ത് നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2020 ജൂൺ 15 കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലടക്കമുണ്ടായ സൈനിക സംഘർഷത്തെ പ്രതിപാദിച്ച റാവത്ത് അയൽ രാജ്യങ്ങളടക്കം ഉയർത്തുന്ന ഏത് സുരക്ഷാ വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സർവ്വസജ്ജമാണെന്ന് പറഞ്ഞിരുന്നു. രാജ്യസുരക്ഷയിൽ അത്രയേറെ ശ്രദ്ധ ചെലുത്തി തന്റെ ജീവിതം തന്നെ രാജ്യത്തിനായി സമർപ്പിച്ച ബിപിൻ റാവത്തിന്റെ വാക്കുകളെ അദ്ദേഹത്തിന്റെ വേർപാടിൽ നോവുന്ന ഈ ദിനവും ഓർക്കുകയാണ് കേരള പോലീസ്. ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ നിരവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ജനറൽ 2019 ഡിസംബർ 31 രാജ്യത്തെ ആദ്യ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റത്. അതിർത്തിയിൽ ചൈനയും പാകിസ്ഥാനും ഒരേ സമയം വെല്ലുവിളി ഉയർത്തുന്ന ഘട്ടത്തിൽ റാവത്തിന്റെ നിലപാടുകൾ ശക്തി രാജ്യം കണ്ടതും അറിഞ്ഞതുമാണ്. പകരക്കാരനായി ആര് വന്നാലും ബിപിൻ റാവത്ത് എന്ന ശക്തൻ രാജ്യജനതയുടെ മനസ്സിൽ തീരാനഷ്ടമായി ജ്വലിച്ചു നിൽക്കും.